എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയ വാമഗ്നി കത്തിച്ചോനെ, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർത്തിനുള്ളിൽ കത്തിയൊരു തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ദൈവത്തിന് നന്ദി. ഇനിയൊരു സാക്ഷി പറയാൻ ദൈവം കൃപ തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ സുവർണന്റെ അസുഖമായി ഭാരപ്പെട്ട് കഴിഞ്ഞങ്ങനെ ഉപവാസത്തോടെ എന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് 400 പോയിന്റ് ആയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ രണ്ടാമത്തെ ശനിയാഴ്ചയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ആരാധന മധ്യേ ദൈവത്തിന്റെ ദാസൻ വിളിച്ചു പറഞ്ഞു, രോഗികളായിട്ട് വന്നിട്ടുള്ള എല്ലാവരുടെ രോഗവും യേശു ഇതാ എടുത്തു മാറ്റിയിരിക്കുന്നു. ഞാൻ അപ്പോഴും തന്നെ എന്റെ ഉള്ളിനകുമ്പോൾ ഐസ് വെച്ച് തണുത്തതുപോലെ ഒരു തണുപ്പുണ്ടായി. ഞാൻ രണ്ടാമത് പരിശോധിച്ചപ്പോൾ 103 മാറി. ഇത്രയും അത്ഭുതം ചെയ്ത എന്റെ യേശു കർത്താവിന് കോടാകോടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷി എന്ന് വിവരിക്കുന്നു. ഞാൻ എനിക്ക് വേണ്ടിയാണ് സാക്ഷ്യം ചെയ്യുന്നത് പറയുന്നത്. കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഇവിടെ നിൽക്കുവാനും നിങ്ങൾക്കൊരു സാക്ഷിയായി നിൽക്കുവാനുള്ള കൃപ തന്നതിനായിട്ട് സ്തുതിക്കുന്നു. ഞാൻ ഈ അടുത്ത ദിവസം ജാനുവരിയിൽ അവസാനത്തെ ആഴ്ചയിൽ പെട്ടെന്ന് 30-ാം തീയതി എനിക്ക് പെട്ടെന്ന് ഒരു യൂറിനറി ട്രാക്റ്റിൽ ഒരു ചെറുതായിട്ടൊരു കഴ കണ്ടതുപോലെ തോന്നി. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. അടുത്ത ദിവസം നോക്കിയപ്പോൾ അത് കൂടുതലായിട്ട് കാണുവാനിടയായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ചൊവ്വാഴ്ച ആരാധന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥനയിൽ അതിനെ ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഓർമ്മിച്ചതിന് ശേഷവും ഞാനിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മാത്രമല്ല, അത് ഒരു റെഡിഷ് ആയിട്ട് ഇങ്ങനെ മാറുന്നതും അതിന്റെ അടുത്തുകൂടെ വേറെയും 2-3 സ്ഥലത്തുകൂടെ അങ്ങനെ ഒരു കഴ പോലെ വരുന്നതും റെഡിഷ് ആയിട്ട് വരുന്നതും നല്ല വേദനയോടെ വരുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിൽ, ഞാനപ്പോൾ ഡോക്ടറെ ഒന്നും കണ്ടിരുന്നില്ല, മനസ്സിൽ വളരെയധികം ആശങ്കയുണ്ടായി. ഇത് ക്യാൻസറിഷ് ആയിട്ടുള്ള പ്രയാസമാണോ, ആകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ചയായപ്പോൾ ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്തായാലും സിസ്റ്ററിനോട് സംസാരിക്കണം ഈ കാര്യത്തെക്കുറിച്ചെന്ന് പറഞ്ഞ് രാത്രി ഞാൻ സിസ്റ്ററിനെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. ഞങ്ങനെ ഒരു പ്രയാസമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സിസ്റ്ററോടനെ എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം പറഞ്ഞു, വിശ്വാസത്തോടെ ഇരിക്കുക, ഒരു ദോഷവും വരില്ല, നിങ്ങൾക്കിത് മുഴുവനായിട്ട് അങ്ങ് സുഖം കിട്ടും, അതിനുവേണ്ടി നിങ്ങൾ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത 4 ദിവസം ഓരോ ദിവസവും കൊണ്ട് അത് കുറഞ്ഞു വന്നിട്ട് 4-ാമത്തെ ദിവസമായപ്പോൾ മുഴുവനായിട്ട് അതങ്ങ് മാറുകയുണ്ടായി. ഡോക്ടറെ കാണാനോ ആരെയും ഒന്നും കാണേണ്ട ആവശ്യം വന്നില്ല. എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇത് എടുത്തു മാറ്റി. ഇത് യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ യേശുനാമത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് സാക്ഷിയിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയായിട്ട് നിൽക്കാൻ തന്ന അവസരത്തോർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രം പറയുന്നു. എനിക്ക് മൂത്തൊരു മോളുണ്ട്, 2.25 വയസ്സായി. രണ്ടാമത് ഈ കുട്ടി മോളെ ഗർഭിണിയായിരുന്നപ്പോൾ 3-ാം മാസം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. ഡോക്ടർ പറഞ്ഞു ഈ കുട്ടി വെളിയിൽ പോകും, കിട്ടില്ലെന്ന്. അന്ന് രാത്രി സിസ്റ്ററിനെ ഫോണിനോട് പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. ധൈര്യമായിരിക്കും, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. 8 മാസമായപ്പോൾ എന്നെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി വികലാംഗമാണെന്ന്. അന്ന് രാത്രി സിസ്റ്ററിനോട് വേദനയോടെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചു. സിസ്റ്റർ പ്രാർത്ഥിച്ച് ദൈവാലോചന പറഞ്ഞു, നിങ്ങൾക്ക് ദൈവം നല്ലൊരു കൊച്ചിനെ തന്നിരിക്കുന്നു. മാസം പൂർത്തിയായി ഞാൻ സുഖമായിട്ട് പ്രസവിച്ചു. ഡോക്ടറെ അത്ഭുതപ്പെടുത്തണം, എനിക്കൊരു നല്ലൊരു കുട്ടിയെ ദൈവം തന്നു. വികലാംഗമുണ്ടോ? ഇല്ല, കുട്ടിക്ക് വികലാംഗം ഒന്നുമില്ല. നല്ലൊരു പൊന്നുമോളെ ദൈവം തന്നു. ഇവൻ സൂത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയായി നിൽപ്പാൻ വലിയവനായ ദൈവം എന്നെ ഇടവരുത്തിയ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ 1.5 വർഷം മുൻപ് വിദേശത്ത് പോവുകയുണ്ടായി. വിദേശത്ത് ജോലിക്കായി പോയി. അവിടെ വളരെയേറെ ഭാരപ്പെടുകയുണ്ടായി. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു. അമ്മ സിസ്റ്ററിനോട് എൻ്റെ ആവശ്യം പ്രാർത്ഥനയായി അപേക്ഷിച്ചു. സിസ്റ്റർ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുക, വരുന്ന പുതുവർഷ ആരാധനയ്ക്ക് ഒരു വാൻ നിറച്ച് ആളെ ഇവിടെ ആരാധനയ്ക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ മകൻ ധൈര്യമായി മടങ്ങി വരുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്രകാരം എൻ്റെ അമ്മ ഒരു വാൻ നിറച്ച് ആളെ ഇവിടെ ആരാധനയ്ക്കായി കൊണ്ടുവന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് മടങ്ങി വരുവാൻ സാധിച്ചു. വീണ്ടും ഞാൻ സിസ്റ്ററിനോട് എനിക്ക് വീണ്ടും വിദേശത്ത് പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവം അത്ഭുത വഴി ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വീണ്ടും വിദേശത്ത് പോകുന്നതിന് വേണ്ടി ദൈവം സഹായിച്ചിരിക്കുകയാണ്. ഏത് സ്ഥലത്താണ് നിങ്ങൾ പോകുന്നത്? സൗദിയിൽ. ഞാൻ വീണ്ടും സാക്ഷി പറയുന്നത് എൻ്റെ അളിയന് വേണ്ടിയാണ്. അളിയൻ ഗൾഫിലാണ്. അളിയന് ഹാർട്ടിന്റെ അസുഖത്താൽ വളരെയേറെ ഭാരപ്പെടുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ നടന്ന ആരാധനയിൽ ബ്രദർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, വിദേശത്ത് മരണശൈലിയിൽ രോഗത്തോട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരാളിന് ദൈവം പൂർണ്ണ സൗഖ്യം കൊടുത്ത് വിടുവിച്ചിരിക്കുമെന്ന് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് തന്നെ ദൈവം വിദേശത്തായിരുന്ന എൻ്റെ അളിയനെ തൊട്ട് പൂർണ്ണ സൗഖ്യം കൊടുത്ത് വിടുവിച്ചു. ഇത്രയും അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി എന്ന് ഇരുന്നോളും. ദൈവനാമ മഹത്വമുണ്ടാകട്ടെ. ഞാൻ സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. 2004 പുതുവർഷ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആരാധനയിൽ പങ്കെടുത്തെങ്കിലും എനിക്ക് നേരത്തെ വരാൻ പറ്റിയില്ല. കാരണം ഞാൻ ജോലിക്ക് പോയായിരുന്നു. ജോലി കഴിഞ്ഞിട്ടാണ് വന്നത്. അന്നേരം ഞാൻ വെളിയിൽ വലത് സൈഡ് പുറത്തെ സൈഡിലായിരുന്നു ഇരുന്നത്. പ്രാർത്ഥനയിൽ ബ്രദർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അന്നേരം ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു, വിദേശത്ത് പോകാനായി 4 പേർക്ക് ദൈവം ഇതാ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ഞാനായിരുന്നു. അതേമാതിരി തന്നെ എന്റെ ഒരു സുഹൃത്ത് പെട്ടെന്ന് പറയുകയുണ്ടായി, പത്തനംതിട്ട ജില്ലയിൽ ലേശം വർക്ക് അർജന്റാണ്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പോവുകയുണ്ടായി. അവിടെ പോയപ്പോൾ എനിക്ക് ഏതൊരു പരിചയമില്ലാത്ത ഒരു അച്ഛനുമായി പരിചയപ്പെടുകയുണ്ടായി. അച്ഛൻ പറഞ്ഞ് ഇന്നതുപോലെ വിദേശത്തേക്ക് 2-3 വേക്കൻസി ഉണ്ട്, വരുന്നു നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതേമാതിരി എന്റെ പാസ്പോർട്ടിന്റെ കോപ്പിയെല്ലാം കൊടുക്കുകയുണ്ടായി. 15 ദിവസത്തിനകം തന്നെ എനിക്ക് വിസയെല്ലാം റെഡിയായി, പോകാൻ എല്ലാ കാര്യങ്ങളും റെഡിയായി. എന്നാൽ ശകലം പൈസയുടെ ബുദ്ധിമുട്ടോ കാരണം ഫെബ്രുവരി 3-ാം തീയതി ഞാൻ പോവുകയുണ്ടായി. പക്ഷെ ഞാൻ അവിടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ദൈവം കൽപ്പിച്ചിരുന്ന കമ്പനി ഇതല്ലായിരുന്നു, ജോലി ഇതല്ലായിരുന്നു. വേറൊരു കമ്പനിയിൽ നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്തു. എന്നാൽ എനിക്ക് പോകാൻ ഭയങ്കര ഒരു മടിയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കയ്യിലിരിക്കുന്ന ജോലി കളയാൻ എളുപ്പം, അടുത്തൊരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ദൈവം എന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, നീ ആ കമ്പനിയിലേക്ക് പോ എന്നാൽ ഞാൻ ആ കമ്പനിയിലെ ജോലി ഉപേക്ഷിക്കുകയും വേറൊരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്യുകയും ചെയ്തു. എന്നാൽ ആ കമ്പനി അന്ന് പറയട്ടെ, ഞാൻ ദുബായ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ദുബായ് ഗവൺമെന്റ് ജോലിക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളോടെ ലഭിക്കുന്ന ഒരു ജോലിയാണ് ദൈവം എനിക്ക് നൽകിയത്. അടുത്തതായി സാക്ഷി പറയുന്നത് എനിക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം, 2005 എനിക്ക് അവിടെ ഗൾഫിൽ വെച്ച് തന്നെ ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. പുറകിലൊരു തട്ടുപറ്റുകയും, എന്നാൽ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഡോക്ടർമാർ പറഞ്ഞ് നാട്ടിൽ പോവുകയും, ഞാനിവിടെ നാട്ടിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ആയുർവേദ കോളേജിൽ ചെന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു, പൂർത്തിയായി. ഞാൻ ഇറങ്ങി വീണ്ടും തിരിച്ച് വിദേശത്തേക്ക് പോകാനായിട്ട് നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാണ് അറിയുന്നത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ സാധാരണ മഞ്ഞപ്പിത്തമല്ല, ഹൈപ്പർട്ടീസ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഹൈപ്പർട്ടീസ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന അസുഖമാണ്. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് അസുഖം നേരത്തെ ഉണ്ടായിരുന്നോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അസുഖം മൂത്തുപോയി. ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷെ എന്നെ നോക്കി വരുന്ന ആൾക്കാരെല്ലാം നോക്കിയിട്ട് പറയുന്നു ഇനി രക്ഷയില്ല, മരിച്ചു പോകും. എന്നാൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം തന്നെ സിസ്റ്ററിന്റെ വീട്ടിൽ ഫോൺ ചെയ്യുകയുണ്ടായി. സിസ്റ്റർ ഫോൺ എടുക്കുകയുണ്ടായി. പ്രാർത്ഥിച്ചിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇതാ നിങ്ങൾക്കിതാ പൂർണ്ണ സൗഖ്യം, ഇപ്പൊ തന്നെ സൗഖ്യം സംഭവിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ വന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡിന്റെ റിസൾട്ട് കൊടുത്തപ്പോൾ ഡോക്ടർ അന്തം വിട്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്രയും അത്ഭുതം എങ്ങനെ സംഭവിച്ചുവെന്ന് ഡോക്ടർക്ക് തന്നെ അറിയത്തില്ല. അടുത്ത് എനിക്ക് വീണ്ടും തിരിച്ചു പോകാനായിട്ട് ലീവ് കുറച്ചേ ഉള്ളൂ. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞു പറ്റത്തില്ല, നിന്റെ ഈ അസുഖം ഇതാണ്. ഇതവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിന്റെ അസുഖം അവർ കാണും, അവർ നിന്നെ തിരിച്ചു വിടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ്
പോസിറ്റീവായി നിൽക്കുകയാണ്. കാരണം നെഗറ്റീവ് ആകണം. ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏകദേശം 3 വർഷമെങ്കിലും നിന്റെ ശരീരത്തിൽ ഈ ബ്ലഡിന്റെ ഈ അംശം ഉണ്ടാകും, കാരണം മഞ്ഞ നിറം ഉണ്ടാകുമെന്ന്. പക്ഷെ എന്നിരുന്നാലും ദൈവം എനിക്ക് തന്ന സൗഖ്യത്തിന്റെ ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ അവിടെ പോവുകയും അവിടെ ചെന്നു. കമ്പനി പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു അസുഖമേ എന്റെ ശരീരത്തിലില്ല. അടുത്തതായി ഞാൻ സാക്ഷി പറയുന്നത് എന്റെ കുഞ്ഞിന് വേണ്ടിയാണ്. 2009 ഡിസംബർ 2-ാം തീയതി എനിക്കൊരു കുഞ്ഞിനെ ദൈവം തന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മാരകമായ അസുഖമുണ്ടായി കുഞ്ഞിന്. തക്കാട് ഹോസ്പിറ്റലിലാണ് പ്രസവിച്ചത്. എന്നിരുന്നാലും കുഞ്ഞിന്റെ അസുഖം കാരണം പെട്ടെന്ന് SIT-യിലേക്ക് വിടുകയും ICUലാവുകയും ചെയ്തു. മാരകമായ അസുഖം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ വായിലും മൂക്കിൽ നിന്നും ഇങ്ങനെ മലദൂരത്തു നിന്നും ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്നെ പെട്ടെന്ന് വിളിച്ചറിയിച്ചു. എന്റെ അളിയനാണ് വിളിച്ചു പറഞ്ഞത്, അളിയ ഡോക്ടർ പറയാണ് കുഞ്ഞ് മരിച്ചു പോകും, ഏതൊരു രക്ഷയില്ല. ഞാൻ പെട്ടെന്ന് വേദനയോടെ ഞാൻ കമ്പനി പറഞ്ഞു, സാർ എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകണം, എന്റെ കുഞ്ഞിന് സുഖമില്ല. പെട്ടെന്ന് ഞാൻ കമ്പനി പോവുകയും കമ്പനിയിൽ PRO ഉണ്ടാവുകയും ചെയ്തു. അന്നേരം തന്നെ എനിക്ക് പാസ്പോർട്ട് എടുത്തു തന്നു. എന്നിരുന്നാലും ഞാൻ പാസ്പോർട്ട് മേടിച്ചുകൊണ്ട് തിരിക്കുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു പറഞ്ഞു, സിസ്റ്ററിന്റെ ബ്രദറിന്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഭാര്യ ബ്രദറിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്യുകയും സിസ്റ്ററാണ് പ്രാർത്ഥിച്ചത്. സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ മകൻ ഇതാ ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ ദൈവം നൽകിയിരിക്കണമെന്ന് പറഞ്ഞു. അതേമാതിരി ഞാൻ അന്ന് രാത്രി തന്നെ ഇവിടെ വരികയുണ്ടായി. വന്നു രാവിലെ കുഞ്ഞിനെ കണ്ടു. കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി. ഇത്രയും വിടുതൽ തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഉപയോഗിക്കുന്നു. ദൈവസന്നിധിയിൽ കീഴടങ്ങി സ്തുതിക്കാം. വാ തുറന്ന് എല്ലാവരും കരമുയർത്തി കരം തട്ടി ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു, അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാരിലും വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പുതു ശക്തി നിങ്ങൾ എല്ലാരിലും, പഴയ ഹാളിലും പുതിയ ഹാളിലും ഒരേപോലെ ദിവ്യ തേജസ് നിങ്ങൾ വ്യാപരിക്കുന്നു. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. അടച്ചിരിക്കുന്ന വാ തുറക്കട്ടെ, അടഞ്ഞു കിടക്കുന്ന ഹൃദയം തുറക്കട്ടെ. എല്ലാരും ആമേൻ ആർത്തി നിലവിളിക്കുക. അഭിഷേക തീ നിങ്ങളിൽ വ്യാപരിക്കുന്നു. എല്ലാരിലും അഗ്നിയായി അഭിഷേക തീ ഓരോരുത്തരിലും. വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, വാ തുറന്ന് രാജാവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയോ വാണ്ടിലുമായ
യേശുരാജൻ പാദം ചുംബിക്കാം. സത്യവഴിയോ കരം ഉയർത്തി കരം തട്ടുവേ. എല്ലാരും ഞാൻ ആശ്രയിക്കും പാറ, എൻ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും, കർത്തനെന്റെ ആഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. കരമുയരട്ടെ. ആമേൻ, 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 ആമേൻ. പവർ, പവർ, പവർ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീര്യപൂജ്യമുള്ളോൻ, കരം പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. ആമേൻ, ആമേൻ, ആമേൻ. കൃപ, കൃപ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. എല്ലാരും ആർത്ത് 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 നിലവിളിച്ചാട്ടെ. കരമുയർത്തി. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീര്യപൂജ്യമുള്ളോൻ, കരം പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു. പവർ, 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 പവർ. ദണ്ഡന കട്ടുകളെ അറുക്കുന്ന തീ നിങ്ങളിൽ, നിങ്ങളിൽ. റഗാലദന്ധനദബ ലഞ്ചന ശഗാലദന്ധനദബ. അഗ്നി, 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 അഗ്നി. സ്വർഗത്തിലെ തീ നിങ്ങളിൽ, നിങ്ങളിൽ, നിങ്ങളിൽ നിറയുക, നിറയുക, നിറയുക. ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക തീ എല്ലാവരിലും നിറയുന്നത്, എല്ലാവരിലും നിറയുന്നു. ആമേ. ജഡം ചാകട്ടെ, ജഡം ചാകട്ടെ. ഹല്ലേലൂയ. അവൻ വന്നിട്ടുണ്ട്, യജമാനൻ വന്നിട്ടുണ്ട്, നമ്മുടെ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ. എല്ലാരെയും, 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 എല്ലാരെയും. വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, വാ തുറക്കാം, ഉള്ളു തുറക്കാം. സ്വർഗം താണിറങ്ങി വരുന്നു, സ്വർഗം താണിറങ്ങി വരുന്നു. നിങ്ങൾക്കായി, നിങ്ങൾക്കായി, നിങ്ങൾക്കായി. പാപമെത്തി സാപ കോരവിടയാൽ മനമുരുകു മധ്യസേകിടാ. പാപമെത്തി സാപ കോരവിടയാൽ മനമുരുകു മധ്യസേകിടാ. അധ്വാനിക്കുന്നു ഭാരം ഭാഗിപ്പോർ യേശുവിന്റെ പാത ചേരുക. അധ്വാനിക്കുന്നു ഭാരം ഭാഗിപ്പോർ യേശുവിന്റെ പാത ചേരുക. നല്ല ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസൻ. ഇവർ എല്ലാവരും അങ്ങയുടെ മക്കളാണ്. സ്വർഗമേ, ഖനിയണമേ. വന്നതുപോൽ ആരും മടങ്ങിപ്പോകരുത്. ഇവർ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ എല്ലാവരും വിടുതൽ പ്രാപിക്കട്ടെ. എല്ലാവരെയും സൗഖ്യമാക്കണമേ. തൊടുന്നതിനായി സ്തോത്രം. യേശു സ്വാമി, അങ്ങ് സംസാരിക്കണം. ഞങ്ങൾ കേൾക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇരിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 11-12 വചനങ്ങൾ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ നിത്യജീവൻ അവന്റെ പുത്രനിലും ഉണ്ട് എന്നുള്ളത് തന്നെ.
പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. He who has the Son has life. He who does not have the Son of God does not have life. குமாரனை உடையவன் ஜீவனை உடையவன். தேவனுடைய குமாரன் இல்லாதவன் ஜீவன் இல்லாதவன். ஹல்லேலூயா. புத்திரன் உள்ளவனு ஜீவன் உண்டு, ദൈവപുത്രൻ ക്രിസ്തു ഇല്ലാത്തവന് വചനം അരുളി ചെയ്യുന്ന അവനിൽ ജീവൻ ഇല്ല. സദൃശവാക്യം 8:36 പ്രകാരം ദൈവം അരുളി ചെയ്യുന്ന എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ, ക്രിസ്തുവിന്റെ രക്ഷയെ കണ്ടെത്തുന്നവൻ, വചനം നമ്മെ പഠിപ്പിക്കുന്ന അവൻ ജീവനെ കണ്ടെത്തുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. പാപത്തിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്ന ജീവൻ, നമ്മുടെ ജീവിതത്തിൽ രോഗശാന്തി നൽകുന്ന ജീവൻ, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ, സർവത്തെയും വഹിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ, മരണാന്തരം നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ. ജീവൻ പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. മാസങ്ങൾക്ക് മുമ്പ് എന്റെ സഹപ്രവർത്തകൻ കസേരയിൽ ഇരുന്നു കൊണ്ട് കഷ്ടിച്ച് 2-3 വയസ്സുള്ള തന്റെ പൈതൽ തൊട്ടിലിൽ കയറുന്നതും ഇറങ്ങുന്നതും കണ്ട് രസിച്ചുകൊണ്ടിരിക്കെ കസേരയിൽ ഇരുന്ന് അയാൾ ഒരു 10 മിനിറ്റ് മയങ്ങിപ്പോയി. മയക്കം കഴിഞ്ഞ് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തൊട്ടിലിൽ കയറി ഇറങ്ങി കളിച്ചുകൊടുന്ന കുഞ്ഞിന്റെ കഴുത്തിൽ തൊട്ടിലിന്റെ കയറ് കുരുക്കി കുഞ്ഞ് മരിച്ചു കിടന്നത് അയാൾ കണ്ട്. ഇവിടെ പോയത് ഒരു ജീവനാണ്. ആണ്ടുകൾക്ക് മുമ്പ് ദൈവഭക്തയായ ഒരു മാതാവ് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഡോക്ടർമാർ ആ കുഞ്ഞിനെ എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞ് ദിസ് ഈസ് എ ഡെഡ് ചൈൽഡ്, ഈ കുഞ്ഞ് മരിച്ചാണെന്ന് ജനിച്ചിരിക്കുന്നത്, ഇതിനെ മോർച്ചറിയിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇത് കേട്ട പ്രസവിച്ച അമ്മ വാ തുറന്ന് നിലവിളിച്ച്, അല്ല ഡോക്ടർ, ആ കുഞ്ഞ് മരിച്ചു കാണുകയില്ല, ദൈവം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ദൈവം എനിക്കൊരു കുഞ്ഞിനെ വാക്ക് തന്നിട്ടുണ്ട്, ഒരിക്കൽ കൂടെ ആ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യണമേ. അവളുടെ നിലവിളി സഹിക്കാൻ പറ്റാതെ ഒരു നേഴ്സ് പോയി ഒരു ചെറിയ കുച്ചിയിൽ പഞ്ച് ചുറ്റി മരിച്ചു എന്ന് വിധി കൽപ്പിക്കപ്പെട്ട കുഞ്ഞിന്റെ കാൽപാദത്തിന്റെ ഉള്ളിൽ ചെറുതായി 2 ചുരണ്ടിയപ്പോൾ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇവിടെ തിരികെ വന്നത് ഒരു ജീവനാണ്. ദൈവഭക്തൻ എഴുതുന്ന എന്റെ പ്രാണൻ ദൈവത്തിന്റെ ശ്വാസം. ആമേൻ. യോബിന്റെ പുസ്തകം 27:3 വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എന്റെ പ്രാണൻ ദൈവത്തിന്റെ ശ്വാസം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വചനത്തിൻ പ്രകാരം
നിലത്ത് പൊടി കൊണ്ട് ദൈവം ആദാമിനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന്. അത് തന്നെ യോബ് എഴുതുന്നു, എന്റെ പ്രാണൻ, എന്റെ ജീവൻ, എന്റെ പ്രാണൻ ദൈവത്തിന്റെ ശ്വാസം. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം, തന്റെ ശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യോബിന്റെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങി ദൈവഭക്തന്റെ ജീവിതത്തിൽ ഉണ്ടായ ശോധന. 10 മക്കൾ യോബുവിന് നഷ്ടമായി, ശരീരത്തിന്റെ ആരോഗ്യം കെട്ടുപോയി, കുടുംബ ജീവിതം ഒലഞ്ഞ്, സ്നേഹിതന്മാർ പരിഹസിച്ച് മാനിച്ചവരെന്ന് അപമാനിക്കാൻ തുടങ്ങി. ആ പശ്ചാത്തലത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ സംരക്ഷിക്കുന്ന കരം ഇറക്കി അവന്റെ പ്രാണനെ ചുറ്റും ഒരു വേലി അടച്ച്. യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വചനത്തിൽ, യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന അവന്റെ പ്രാണനെ മാത്രം നീ തുടരുത്, അവന്റെ ജീവനെ മാത്രം നീ തുടരുത്. അവന്റെ പ്രാണൻ ദൈവത്തിന്റെ ശ്വാസം, അവന്റെ ജീവൻ കർത്താവിന്റെ ശ്വാസം. ടച്ച് നോട്ട് ഹിസ് ലൈഫ്. ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വചനം. കൊലോസ്യർ 3:3. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. നിങ്ങൾ മരിച്ച്, നിങ്ങൾ പാപ സംബന്ധമായി മരിച്ച്, നിങ്ങൾ ലോകത്തിലെ ന്യായപ്രമാണങ്ങൾക്ക് മരിച്ച്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വചനത്തിൻ പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 4-ാം വചനത്തിൻ പ്രകാരം, 3-ാമത് കൊലോസ്യർ 2:20 പ്രകാരം നിങ്ങൾ ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്ക് മരിച്ച്. പാപത്തിന് മരിച്ചാൽ, ന്യായപ്രമാണത്തിന് മരിച്ചാൽ, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് മരിച്ചാൽ നീ ക്രിസ്തുവിൽ ജീവിക്കുന്ന. ആമേൻ. നീ ക്രിസ്തുവിൽ ജീവിക്കുന്ന. അതാണ് കൊലോസ്യർ 3:3 ദൈവഭക്തൻ എഴുതുന്ന, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. Your life is hidden in God. Your life is hidden in God. മൂലഭാഷയിൽ ഇതിന്റെ വ്യാഖ്യാനം ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നല്ല, ദൈവത്തിൽ ഭദ്രമായിരിക്കുന്നു. ആമേൻ. It is safe. Your life is safe. Your life is safe with Christ in God. നമ്മുടെ ജീവൻ ദൈവത്തിന്റെ ശ്വാസമാകുന്ന ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, നമുക്ക് പാപമോചനം നൽകുന്ന ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, നമ്മുടെ രോഗം സൗഖ്യമാക്കുന്ന ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, അത്ഭുതം ചെയ്യുന്ന ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, സർവ്വത്തെയും വഹിക്കുന്ന ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ, നമ്മെ ഉയിർപ്പിക്കുന്ന ജീവൻ. ആമേൻ. ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ, ജീവൻ എൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ
എത്തിടുമ്പോൾ സുത്തപ്പഴുങ്കിൻ കടൽ തീരത്തില്ല യേശുവിൻ പൊന്മുഖം മുട്ടിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ കുരിശിൽ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചിടോ രക്ഷകനായി ജീവൻ വച്ചി കൃപ 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 ദൈവ കൃപ എല്ലാരിലും കരം ഉയർത്തി കരം തട്ടി പാടുവേൻ ആമേൻ ആമേൻ ലോകത്തിൻ പാലട കോമളത്തോ വസ്തുവകൾ പൊന്നാണ് ലോകത്തിൻ പാലട കോമളത്തോ വസ്തുവകൾ നാണയങ്ങൾ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള റുശലെ നിത്യാഗ്രഹം യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന പവർ 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 അഗ്നി 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 കത്തി ജ്വലിക്കുക കർത്താവിന്റെ അഗ്നിയിൽ കത്തി ജ്വലിക്കുക ദൈവപുത്രന്റെ ജീവനിൽ കത്തി ജ്വലിക്കുക നന്ദി 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 നിറച്ചതിനായി സ്തോത്രം നമ്പർ 1 യോഹന്നാൻ 8-ാം അധ്യായം 11-ാം വചനം ശ്രദ്ധിപ്പിൻ യോഹന്നാൻ 8:11 ഇല്ല കർത്താവേ നമ്മൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് പോക ഇനി പാപം ചെയ്യരുത് പാപമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ ശ്രദ്ധിച്ച് കേൾക്കുക കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം പോക ഇനി പാപം ചെയ്യരുത് പാപം മോചനം നൽകുന്ന കർത്താവിന്റെ ജീവൻ വാട്ട് ഡു യു മീൻ ബൈ സിൻ എന്താണ് പാപം സദൃശവാക്യം 21-ാം അധ്യായം 4-ാം വചനത്തിൻ പ്രകാരം ഗർവമുള്ള കണ്ണും അഹങ്കാര ഹൃദയമും ദുഷ്ടന്റെ ദീപമും പാപമത്രേ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 23-ാം വചനത്തിൻ പ്രകാരം വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് ഒക്കെയും പാപമാകുന്നു സദൃശവാക്യം 10-ാം അധ്യായം 19-ാം വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വാക്ക് പെരുകിയാൽ അവിടെ പാപം ഉണ്ട് ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നു ദുഷ്കാമ പ്രവൃത്തി പാപമാകുന്നു പുറപ്പാട് പുസ്തകം 32-31-ാം വചനത്തിൻ പ്രകാരം വിഗ്രഹ ആരാധന പാപമാകുന്നു യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17-ാം വചനത്തിൻ പ്രകാരം നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു 1 യോഹന്നാൻ 5-ാം അധ്യായം 17-ാം വചനത്തിൻ പ്രകാരം ഏത് അനീതിയും പാപമാകുന്നു എനി അൺറൈറ്റിയസ്നെസ് ഇറ്റ് ഈസ് സിൻ ബ്രദർ ഈ പാപത്തിന്റെ ഉറവിടം എവിടെയാകുന്നു വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വചനത്തിൻ പ്രകാരം സാത്താന്റെ ഹൃദയം പാപത്തിന്റെ ഉറവിടം മത്തായി സുവിശേഷം 15-ാം അധ്യായം 19-ാം വചനത്തിൻ പ്രകാരം ഒരു ലോക മനുഷ്യന്റെ ഹൃദയം പാപത്തിന്റെ ഹൃദയം വചനം നമ്മെ പഠിപ്പിക്കുന്നു എഫേസ്യർ 2-ാം അധ്യായം 3-ാം വചനത്തിൻ പ്രകാരം ജഡമോഹം
പാപത്തിന്റെ ഉറവിടം. റോമർക്കെഴുതിയ ലേഖനം 5:12 പ്രകാരം ആദാം മുഖാന്തിരം പാപം ഈ ലോകത്തിൽ കടന്നു വന്ന്. സങ്കീർത്തനം 51 5 പ്രകാരം നാം ജന്മനാ നാം പാപികളാണ്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ജോഷുവ 7:20 പ്രകാരം നമ്മുടെ കർമ്മത്തിൽ നാം പാപം ചെയ്യുന്നവരാണ്. പാപത്തിന്റെ ഉറവിടം നാം ധ്യാനിച്ച് എന്തൊക്കെ പാപമെന്നും ധ്യാനിച്ച് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും വിഭചാര കർമ്മത്തിൽ പിടിച്ച് യേശു കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ന്യായപ്രമാണം നമ്മെ പഠിപ്പിക്കുന്നു, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. ജീസസ്, വാട്ട് ഡു യു സേ? അങ്ങ് എന്താണ് കൽപ്പിക്കുന്നത്? യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പരീശന്മാർ ശ്രമിച്ച്, ശാസ്ത്രിമാർ ശ്രമിച്ച്, കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന കർത്താവ് നിവർന്നു നോക്കി അവളെ വിധിച്ച ആ മനുഷ്യരോട് യേശു കർത്താവ് കൽപ്പിക്കുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളിൽ ഒന്നാമത് കല്ലെറിയട്ടെ. അടുത്ത സെക്കൻഡിൽ അവിടെ ഒരുത്തനെയും കണ്ടില്ല. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, നീതിമാനായ ദൈവം, പാപരഹിതനായ ക്രിസ്തു ആ സ്ത്രീയോട് കൽപ്പിക്കുന്നു, പോകാ, ഇനി പാപം ചെയ്യരുതേ. ക്രിസ്തുവിന്റെ ജീവൻ, യേശുവിന്റെ ജീവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന് വിധിക്കപ്പെട്ട സ്ഥാനത്ത് അവളുടെ പഴയ പാപം ശുദ്ധീകരിച്ച് അവളെ ഒരു ജീവിക്കുന്ന സാക്ഷിയായി ഒരു പുതുഭാവി നൽകിയ ക്രിസ്തുവിന്റെ ജീവൻ, പാപം മോചിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ, പോകാ, ഇനി പാപം ചെയ്യരുത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. സദൃശവാക്യം 28 13 പ്രകാരം ചെയ്തു പോയ പാപ തെറ്റുകുറ്റങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അത് എന്നേക്കുമായി ഉപേക്ഷിച്ചാൽ വചനം നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കും. അതാണ് ക്രിസ്തുവിന്റെ ജീവൻ, ദൈവത്തിന്റെ കാരുണ്യം. ദൈവത്തിന്റെ കാരുണ്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 34:7 പ്രകാരം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവിന്റെ കാരുണ്യം. തീത്തോസ് ലേഖനം 2:14 പ്രകാരം നാം ചെയ്ത പാപങ്ങളെ മോചിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. 1 യോഹന്നാൻ 1:7 പ്രകാരം നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം. ജെറേമിയ 31:34 പ്രകാരം വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ പാപങ്ങള് എന്നേക്കുമായി ഓർക്കാതെ മറന്നു കളയുന്ന ദൈവത്തിന്റെ കാരുണ്യം. ആമേൻ. ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കാരുണ്യം. യാക്കോബ് ലേഖനം 2:13 രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദ മെർസി ട്രംപ്സ് ഓവർ ദി ജഡ്ജ്മെന്റ്. കർത്താവിന്റെ കാരുണ്യം ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു. കർത്താവിന്റെ മനസ്സലിവ് ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു. ദ മെർസി ട്രംപ്സ് ഓവർ ദ ജഡ്ജ്മെന്റ്. All can judge, but God alone can save. Amen. എല്ലാവർക്കും മറ്റവരെ വിധിക്കുവാൻ കഴിയും, പക്ഷെ ദൈവത്തിനു മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ.
ഒരു മനുഷ്യന് മറ്റവരെ വിധിക്കുവാൻ കഴിയും, പക്ഷെ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രം. ഒരു 3 ആണ്ടുകൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് ടൗണിൽ കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് കിങ് CSA ദേവാലയം സ്പോൺസർ ചെയ്ത ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ ഞാൻ പ്രസംഗിച്ചു. യേശു കർത്താവ് 3 ദിവസങ്ങളിലും യോഗമധ്യേ ഇറങ്ങി തൊടേണ്ടവരെ തൊട്ട് അത്ഭുതം പ്രവർത്തിച്ചു. ആ യോഗങ്ങളുടെ ചുക്കാൻ പിടിച്ചത് ഈസ്റ്റ് കേരള ഡയസിസിൽ നിന്ന് സൗത്ത് കർണാടക ഡയസിസിൽ ഡെപ്യൂട്ടേഷനിലായിരിക്കുന്ന ഒരു വികാരി അച്ഛൻ. He saw all the miracles. അവിടെ ദൈവം ചെയ്തെടുത്ത എല്ലാ അത്ഭുതങ്ങളും കണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്ത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യയുടെ സഹോദരൻ ഷിബു, മൊണ്ണ മദ്യപാനി, ആർക്കും അടങ്ങാത്ത ഷിബു, 30 ആണ്ടുകളായി കള്ളുകുടി, സഭയ്ക്കും കുടുംബത്തിനും വീട്ടിനും ഭാരമായ ആ സഹോദരനെ പുഷ് ചെയ്ത് നമ്മുടെ ഈ 2ാം ശനിയാഴ്ച ആരാധനയിൽ കർണാടകത്തിൽ നിന്ന്, സൗത്ത് കർണാടകത്തിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ അയച്ചു. അന്ന് മദ്യപാനികൾക്കായി വിടുതലിനായി ഞാൻ ഹൃദയം തകർന്ന് ദൈവത്തോട് നിലവിളിച്ച്, എല്ലാ പേരെയും തൊടണമേ, എല്ലാ പേരെയും തൊടണമേ. ഇവൻ ഇനി കള്ളു കുടിക്കരുത്, ഇവർ ഇനി വേശ്യത്തനം പ്രവർത്തിക്കരുത്, ഇവർ ഇനി ദുഷ്ടപ്രവർത്തനങ്ങൾ ഇടപെടരുത്. കാരുണ്യവാനായ ദൈവത്തിന്റെ വൻ കാരുണ്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ പങ്കെടുത്ത ശിബുവിനെ തൊട്ട്. ആമേൻ, ആമേൻ. ഒരു വാളത്തണ്ട് മുറിച്ചിടുന്നത് പോൽ ശിബു നിലത്തടിച്ച് വീണ്. പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ കോതമംഗലം ഐക്യ കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ എത്തിയപ്പോൾ ഈ ഷിബുവിടെ വേറൊരു അളിയൻ, കോതമംഗലം CSAയുടെ അധ്യക്ഷൻ ഇവാഞ്ചലിസ്റ്റ് ജോണി, പരസ്യമായി സാക്ഷി പറയുന്നു, ഞങ്ങളുടെ അളിയൻ 30 ആണ്ടുകളായി കള്ളു കുടിച്ച് കുടുംബത്തിനും പള്ളിക്കും ദേശത്തിനും ഭാരമായിരുന്ന ഷിബുവിന് ഒരു നാൾ നെയ്യാറ്റിങ്കര പ്രയർ ഗാർഡൻ സംഗമത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾ അയച്ചു. അന്ന് യേശു കർത്താവ് ഷിബുവിനെ തൊട്ട്, ഇന്ന് കള്ളുകുടിയില്ല, ഇന്ന് ഷിബു ഞങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ പൈതലാണ്. ആമേൻ. ദൈവത്തിന്റെ കാരുണ്യം, കർത്താവിന്റെ കാരുണ്യം. സക്കായിയുടെ വീട്ടിൽ പ്രവേശിച്ച യേശു കർത്താവ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചതിയൻ, കൈക്കൂലിക്കാരൻ, ദേശത്തിൽ ആർക്കും വേണ്ടാത്തവൻ സക്കായിയുടെ മുഖം നോക്കി അവൻ ശാസിച്ചില്ല. കർത്താവ് അവിടെ ഒരു പ്രസംഗം കാഴ്ചവെച്ചില്ല. അവിടെ പോയി കർത്താവ് നിന്ന് കർത്താവിന്റെ സാന്നിധ്യം അവനെ നേരെയാക്കി. ആമേൻ. ദൈവത്തിന്റെ കാരുണ്യം അവനെ നേരെയാക്കി. അതേ കർത്താവിന്റെ സാന്നിധ്യം ഈ അങ്കണത്തിലുണ്ട്. നമ്മെ നേരെയാക്കുവാൻ, നമുക്ക് ജീവൻ പകരുവാൻ. ആമേൻ, ആമേൻ. ക്രിസ്തുവിന്റെ ജീവൻ നമ്മെ നേരെയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക. തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. കണ്ടൻ വാരാറാ, ആമേൻ, പോകാറാ, ആയി കണ്ടൻ വാരാറാ. കരമുയർത്തി കരം തട്ടിപ്പാടുവേൻ. യേശുവിന്റെ നാമത്തിൽ ടി 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 ടി
ശക്തി, രക്ഷയുടെ ശക്തി, രക്ഷയുടെ ശക്തി, ക്രിസ്തുവിന്റെ ജീവൻ, നമ്മുടെ പാപം മോചിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ 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 പാപം മുഖാന്തരം കൂനി കുറുകി ജീവിക്കുന്ന ഉള്ളങ്ങളെ നിവർത്തുന്ന പോകാ. ഇനി പാപം ചെയ്യരുത്. ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ നിങ്ങളിൽ വാ തുറന്നാട്ടെ, വാ തുറന്നാട്ടെ. വെറും കാഴ്ചക്കാരായി ആരും ഇരിക്കരുത്. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ. മദ്യപാന കെട്ടുകളെ കർത്താവ് പൊട്ടിക്കുന്ന കുടുംബ ജീവിത സമാധാനം തകർത്ത്, സാമ്പത്തികം തകർത്ത്, മക്കളുടെ ഭാവി തകർത്ത്, കൂനി കുറുകി എട്ടിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവിന്റെ കരമിട ഇറങ്ങുന്നു. രക്ഷയുടെ ശക്തി, രക്ഷയുടെ ശക്തി, ക്രിസ്തുവിന്റെ ജീവൻ. ആരാധിക്കുക, ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുക. Set these families free, set these families free. ഈ കുടുംബങ്ങളെ രക്ഷിക്കണമേ മദ്യപാന കെട്ടുകളിൽ നിന്ന്. ഈ കുടുംബങ്ങളെ രക്ഷിക്കണമേ, രക്ഷിക്കണമേ, രക്ഷിക്കണമേ. ഹല്ലേലൂയ. പാപ മാർഗങ്ങളിൽ നിന്ന് ഈ കുടുംബങ്ങളെ രക്ഷിക്കണമേ. വേശ്യത്തന മാർഗങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ രക്ഷിക്കണമേ. വിഗ്രഹത്തിന്റെ മാർഗത്തിൽ നിന്ന് ഈ കുടുംബങ്ങളെ രക്ഷിക്കണമേ. അഗ്നി വ്യാപരിക്കുന്നു, അഗ്നി വ്യാപരിക്കുന്നു. കരം ഉയർത്തി കരം തട്ടി രാജാവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. ആരും കല്ലുപോലെ ഇരിക്കരുത്. കർത്താവിന്റെ ജീവൻ ഇറങ്ങുന്നു. ജീവൻ, 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 ജീവൻ. രക്ഷ നൽകുന്ന കർത്താവിന്റെ ജീവൻ, രക്ഷ നൽകുന്ന കർത്താവിന്റെ ജീവൻ നിങ്ങളിൽ 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 നിങ്ങളിൽ. മദ്യപാനം കൊണ്ട് കുടുംബജീവിതം തകർന്ന് ആത്മഹത്യക്ക് 2 പ്രാവശ്യം ഒരുങ്ങിയ ഡെയ്സി, കർത്താവിന്റെ അത്ഭുത കരം ഡെയ്സിയെ തുടർന്ന് 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 മദ്യപാനം പുറത്താക്കുന്നു, കുടുംബ ജീവിതത്തെ നേരെയാക്കുന്നു. അഗ്നി, അഗ്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയുടെ ശക്തി എന്റെ വലതുഭാഗത്തിൽ ഇറങ്ങുന്നു. മദ്യപാനത്തിനായി കൂട്ടുകൂടുന്ന ചില സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാവരെയും തൊടുന്നേ, തൊടുന്നേ, തൊടുന്നേ. കർത്താവ് ശുദ്ധീകരിക്കുന്നു. പാപമോചനം നൽകുന്ന കർത്താവിന്റെ ജീവൻ. രണ്ടാമത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 50-ാം വചനം ശ്രദ്ധിക്കാം. യേശു അവനോട് പൊയ്ക്കൊള്ളുക, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. രോഗസൗഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. പോകാം, ഇനി പാപം ചെയ്യരുത്. പാപമോചനം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. കപ്പർനഹൂം പട്ടണത്തിൽ നിന്ന് ഹീറോദാവിന്റെ അരൺമനയിൽ നിന്ന് കടന്നുവന്ന ഉന്നത ഉദ്യോഗസ്ഥന്റെ നിലവിളി ഗലിലേയ കടൽ തീരത്ത് യേശു വീണ്ടും വന്നിട്ടുണ്ട്. യേശു മനസ്സ് വെച്ചാൽ അവിടെ അത്ഭുതം നടക്കും. യേശു മനസ്സലിഞ്ഞാൽ അവിടെ രോഗശമിക്കൽ നടക്കും എന്നുള്ള ഗ്രേറ്റ് എക്സ്പെക്ടേഷനോട് കൂടെ ഹീറോദാവിന്റെ കൊട്ടാരത്തിലെ ഹൈ റാങ്കിങ് ഓഫീസർ യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് ഹൃദയം തകർന്ന് നിലവിളിച്ച്, എന്റെ മകൻ മരിപ്പാറായി കിടക്കുന്നു, അങ്ങ് വന്ന് എന്റെ മകന് ശവിക്ക് നൽകണമേ. തുടർന്നുള്ള വചനങ്ങൾ വായിച്ചു നോക്കിയാൽ
ആ ഉന്നത വ്യക്തി കർത്താവിന്റെ സന്നദ്ധിയിൽ ഹൃദയം തകർന്ന് കരയുന്നു. അവൻ മരിക്കും മുമ്പ് അങ്ങ് വന്ന് സൗഖ്യമാക്കണമേ. Kindly come and heal him before he dies. അങ്ങനെയാണെങ്കിൽ അവന്റെ മകൻ എത്ര ക്രൂരമായി രോഗത്തിൽ അകപ്പെട്ട് മരണത്തോട് യുദ്ധം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശു മനസ്സലിഞ്ഞ്, കർത്താവ് മനസ്സലിഞ്ഞ്, കർത്താവ് അവന്റെ പേര് ചോദിച്ചില്ല, ജാതി ചോദിച്ചില്ല, ഡിനോമിനേഷൻ ചോദിച്ചില്ല, ഭാഷ ചോദിച്ചില്ല. പുറം കണ്ട് അനുഗ്രഹിക്കുന്നവനല്ല എന്റെ ദൈവം, അകം കണ്ട് സൗഖ്യമാക്കുന്നവനാണ്. പോയിക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ മൈലുകൾക്ക് അങ്ങപ്പുറം മരണത്തോട് യുദ്ധം ചെയ്ത് അവന്റെ മകന് കർത്താവിന്റെ ജീവന്റെ തീ ഇറങ്ങി സമ്പൂർണ്ണ സൗഖ്യമാക്കി. ആ സെക്കൻഡിൽ, ആ നാളികയിൽ ആ ദേശത്തിൽ നിന്ന് ചിലർ വന്ന് റിപ്പോർട്ട് നൽകുന്നു. ഇന്നലെ 7 മണിക്ക് എപ്പോൾ ഇവിടെ പ്രാർത്ഥന നടന്നുവോ, എപ്പോൾ പോയിക്കൊള്ളുക നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു കൽപ്പിച്ചോ, ആ സെക്കൻഡിൽ അവിടെ സൗഖ്യം നടന്ന്, സൗഖ്യം നൽകുന്ന ക്രിസ്തുവിന്റെ ജീവൻ. 2 ആണ്ടുകൾക്ക് മുമ്പ് ചെന്നൈ കൊളത്തൂർ സ്റ്റേഡിയത്തിൽ കർത്താവിന്റെ വേലയായി 3 ദിവസങ്ങൾ ഞാൻ ക്രൂസിൽ പ്രസംഗിക്കുവാൻ പോയി. 10,000 സഭാ ജാതി വ്യത്യാസമില്ലാതെ പങ്കെടുത്ത്. ക്യാൻസർ പിടിച്ച് ഒരു ചെസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് മാറ്റി, 2ാമത്തെ ചെസ്റ്റ് ഓപ്പറേഷൻ നിശ്ചയിച്ച് യൂട്രസും എടുത്തു മാറ്റി, 3 സർജറികൾ കഴിഞ്ഞ് ഇനി ഭാവിയില്ല എന്ന് വിധിയെഴുതപ്പെട്ട മലയാളിയായ ഒരു നഴ്സ് വത്സല തങ്കച്ചൻ ആ കൂട്ടത്തിൽ പങ്കെടുത്ത് സ്വർഗത്തിലെ ദൈവം അടിയനോട് അരുളി ചെയ്ത്, ഇന്ന് നിങ്ങൾ ഏത് രോഗത്തിൽ കടന്നു വന്നാലും രോഗത്തോട് മടങ്ങി പോകുന്നില്ല. അത് ക്യാൻസർ ആയാലും എന്ന് പറഞ്ഞ സെക്കൻഡിൽ വത്സല തങ്കച്ചൻ സാക്ഷി പറയുന്നു, വാനത്തിൽ നിന്ന് ഒരു മിന്നൽ എന്നിൽ അടിച്ച് ആ സെക്കൻഡിൽ 10 ആണ്ടുകളായി എന്ന കാർന്നു തിന്ന ക്യാൻസറുടെ കെട്ടുകൾ സമ്പൂർണമായി കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ തന്നെ ഐസയ 53:4 വായിക്കാം. ഐസയ 53:4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ രോഗങ്ങളെ ക്രിസ്തു വഹിച്ചു. നീ സംശയിക്കേണ്ട, നീ ഒട്ടും സംശയിക്കേണ്ട ദൈവപൈതലേ. ഇന്ന് നിന്റെ മോചനത്തിന്റെ ദിവസമാകുന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് നീ അനുഭവിക്കുന്ന നരകവേദനയിൽ നിന്ന് നിനക്കൊരു വിടുതലിൻ ദിവസമാകുന്നു. സാക്ഷാൽ ക്രിസ്തു എന്റെ രോഗങ്ങളെ വഹിച്ചു. പത്രോസ് കുറച്ചുകൂടെ ഡീപ്പറായി എഴുതുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 24-ാം വചനത്തിൻ പ്രകാരം, നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. ഹല്ലേലൂയ. തുടർന്ന് അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആമേൻ. അവൻ ക്രൂശിൽ കയറിയത് നമ്മുടെ പാപമോചനത്തിനായി മാത്രമല്ല, കഷ്ടതയും നിന്ദയും പരിഹാസവും യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ക്രൂശിൽ കയറിയത് നമ്മെ സർവ്വ രോഗത്തിൽ നിന്നും രക്ഷിക്കുവാൻ വേണ്ടിയും ആണ്. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ആകെ കർത്താവിന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ
രോഗസൗഖ്യം, ഹീലിംഗ് ഫ്രം സിക്നസ് ഒരു പ്രധാന ഘടകമാണ്. ആമേ, ഒരു പ്രധാന ഘടകമാണ്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 1-ാം വചനത്തിൽ അത് ഉന്നിപ്പായി ദൈവാത്മ വെളിപ്പെടുത്തുന്ന വചനം ശ്രദ്ധിപ്പീൻ. ലൂക്കോസ് 9:1. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ചു, സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും പവർ ആൻഡ് അതോറിറ്റി. ആരൊക്കെ കർത്താവ് ദൈവവേലയ്ക്കായി വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടോ അവർ എല്ലാവർക്കും ഭൂതത്തിന്മേൽ ശക്തി, സകല രോഗത്തിന്മേൽ അധികാരം. ഇത് ഇല്ലാത്തവൻ ദൈവവേലയ്ക്ക് ദൈവം വിളിച്ചിട്ടില്ല എന്ന് 100% സത്യം. അവൻ വിളിച്ചിട്ടുള്ള എല്ലാവർക്കും ഇത് അവൻ നൽകുന്ന രോഗസൗഖ്യം ക്രിസ്തീയ ശുശ്രൂഷയിൽ പ്രധാന ഘടകം. യേശു ഇവിടെ ഉണ്ട്. സൗഖ്യം നൽകുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. യേശു രാജാവ് ഇവിടെ ഉണ്ട്. നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഇപ്പോൾ അവന്റെ കരം വ്യാപരിക്കുന്നു. അവന്റെ ജീവന്റെ കരം വ്യാപരിക്കുന്നു. രോഗസൗഖ്യം നൽകുന്ന കർത്താവിന്റെ ജീവൻ നിങ്ങളിൽ ഇറങ്ങുന്നു. ടീ 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 എല്ലാരിലും ഇപ്പോൾ ഹീലിംഗ് സർവ്വവ്യാധികളിൽ നിന്നും സൗഖ്യം. കരം ഉയർത്തി കരം തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. അഗ്നി ആമേൻ ആമേൻ ആമേൻ. ദാ തുറന്ന് സ്തുതിക്കുക. ആത്മാവിൽ നിറഞ്ഞ് വിടുതലിൻ തീ വ്യാപരിക്കുന്നു. ആമേൻ ആമേൻ. ആവശ്യമില്ലാത്ത ശരീരത്തിലെ പൊങ്ങി വരുന്ന മാംസ വളർച്ച യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാഞ്ഞിപ്പോകട്ടെ. ആവശ്യമില്ലാതെ ശരീരത്തിൽ പൊങ്ങി വരുന്ന മാംസ വളർച്ച യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാഞ്ഞിപ്പോകട്ടെ. ടീ 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 ടീ. ഹല്ലേലൂയ. അഗ്നി വ്യാപരിക്കുന്നു. എന്റെ ഇടതുഭാഗത്തിൽ ഗിർലോട് ചേർന്ന് തൊണ്ട ക്യാൻസർ മുഖാന്തരം അഴുകി പഴുത്ത അവസ്ഥയിൽ ജീർണിച്ച് എത്തിയിരിക്കുന്ന ഒരു മാതാവിനെ കർത്താവ് തൊട്ടിപ്പോൾ ശപിക്ക് നൽകുന്നു. അഗ്നി. ഹീലിംഗ് പവർ. 20 ആണ്ടുകളായി ഭയങ്കര തലവേദന കൊണ്ടു നടക്കുന്ന കഠിനാധ്വാനിയായ ഒരു സഹോദരന് യേശു ഇപ്പോൾ തൊടുന്ന് ശപിക്ക് നൽകുന്നു. യൂറിൻ സംബന്ധപ്പെട്ട എല്ലാ രോഗവും കർത്താവ് തുടച്ചു മാറ്റുന്നേ. കരമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കരം തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. യൂറിൻ സംബന്ധപ്പെട്ട സർവ്വരോഗങ്ങളും യേശു ഇപ്പോൾ തൊട്ട് ശപിക്കമാക്കുന്നു. അഗ്നി വ്യാപരിക്കുന്നു. അഭിഷേക തീ വ്യാപരിക്കുന്നു. എല്ലാരിലും തൊട്ടതിനായി നന്ദി.